എന്നിട്ട് ദുര്യോധൻ ശല്യന്റെ ശിബിരത്തിലേക്ക് എത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, വീരയോദ്ധാവേ, അങ്ങേ വളരെ ശക്തനാണ്. എനിക്ക് അങ്ങയോടൊരു അഭ്യർത്ഥനയുണ്ട്. കർണനൊരാഗ്രഹം, ഇന്ന് അർജുനുമായിട്ടുള്ള യുദ്ധത്തിൽ അങ്ങ് കർണന്റെ സാരഥിയാകണം. അങ്ങേപോലെ രഥം ഓടിക്കാൻ കഴിവുള്ള വേറെ ആരും നമ്മുടെ ഈ സൈന്യത്തിലില്ല. അങ്ങ് കൃഷ്ണനെ പോലെ രഥം ഓടിക്കാൻ കഴിവുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങ് ദയവായി കർണന്റെ സാരഥിയാകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ ലോകത്ത് അങ്ങേപോലൊരു സാരഥി വേറെ ഇല്ല. അങ്ങുണ്ടെങ്കിലേ കർണന് അർജുനെ തോൽപ്പിക്കാൻ കഴിയൂ. ഈ മുഴുവൻ സൈന്യവും അങ്ങേ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അർജുനെ തോൽപ്പിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തോൽക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശല്യന് ഭയങ്കര ദേഷ്യമായി. കാരണം വേറൊന്നുമല്ല, കർണന്റെ സാരഥിയാകണം എന്നുള്ളത് അത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണ്ടത്. എന്നിട്ട് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഗാന്ധാരി പുത്ര, ഈ ഒരു അഭ്യർത്ഥനയിലൂടെ നീ എന്നെ അപമാനിക്കുകയാണ്. നീ എന്നെ കർണനെക്കാട്ടി തുച്ഛമായിട്ടാണ് കാണുന്നത്. എനിക്ക് നിന്നോടുള്ള ആത്മാർത്ഥതയെ നീ ചോദ്യം ചെയ്യുകയാണോ? കർണൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്കും ചെയ്യാൻ കഴിയും. നീ പറഞ്ഞാൽ മതി ആരൊക്കെയാ കൊല്ലേണ്ടതെന്ന്. അവരെ എല്ലാം കൊന്നിട്ട് ഈ രാജ്യം മുഴുവൻ നിനക്ക് നൽകും. ഞാൻ ഒറ്റയ്ക്ക് പാണ്ഡവരുമായിട്ട് യുദ്ധം ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അതും ഞാൻ ചെയ്യും. പക്ഷെ ഇതെനിക്ക് വലിയൊരു അപമാനമാണ്. അന്നേരം ഭഗവാന്റെ അവസ്ഥ എന്താക്കണേ? അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിട്ടുള്ള ഭഗവാൻ അർജുനു വേണ്ടി സാരഥിയാകാനും തയ്യാറാണ്. അതാണ് ഭഗവാനും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ശല്യം അതൊരു അപമാനമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഭഗവാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് അർജുനന്റെ സാരഥിയാവുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. ഭക്തന് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്.